ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. ഹലോ, ഹായ്. അശ്വതി ശ്രീകാന്ത്. അശ്വതി ശ്രീകാന്തിൻ്റെ വാക്കുകളാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് കേട്ടത്. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സ് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ വെച്ചായിരിക്കും ആ ചാനൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കൊച്ച് കരയുന്നത്, ചിരിക്കുന്നത്, ഉറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുമോ അതൊക്കെ ആ കൊച്ചിൻ്റെ കാര്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിലിടും. ഇവിടെ അശ്വതി ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങളിൽ പേർളി മണിയെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞ് വിചാരിക്കുകയാണ്, ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പം അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു. ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞ് സ്വന്തം അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കുഞ്ഞിനെ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തൊരു കാര്യം നാട്ടുകാർ മൊത്തം അറിയുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം കിടന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ കൊച്ച് ചിന്തിക്കും, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യം ഇതെങ്ങനെ ആൾക്കാരറിഞ്ഞു. കാരണം ആ കൊച്ചിൻ്റെ ഇമോഷൻസ് ആ കൊച്ചിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തുമാണ്. ആ ചെയ്യുന്നത് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്ന കണ്ടോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആ കുഞ്ഞിനോട് ചോദിക്കുമ്പം എന്തായാലും ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എക്സ്പ്രസ് ചെയ്തൊരു കാര്യം അതെങ്ങനെ പുറത്തു വന്നു, എൻ്റെ എല്ലാ വീഡിയോസും വിഷ്വൽസും എടുത്തിട്ട് എന്തിനാണ് അമ്മ ഇതുപോലെ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള ചിന്തിക്കാനുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ചിന്തിക്കും. അവർക്കത് മോശമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇങ്ങനെ എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലേ, അപ്പം ഞാൻ ഇനി എന്ത് പറയും അല്ലെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ആ കുഞ്ഞ് വന്ന് നിൽക്കും. മെൽഡൗണിൻ്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെൻറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൊച്ചിന് നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അത് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാതെ ക്യാമറ എടുത്തിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൂടെ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു? കുഞ്ഞാണ്, ആ കുഞ്ഞിന് വേണ്ട സമയത്ത് ആ കുഞ്ഞിനെ കൂടെ നിൽക്കാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കൊച്ചിനെ വെച്ച് റീച്ച് ഉണ്ടാക്കരുത്. റീച്ച് ഉണ്ടാക്കണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളിട്ട് റീച്ച് ഉണ്ടാക്കുക, അല്ലാണ്ട് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിനെ വെച്ച് റീച്ച് ഉണ്ടാക്കരുത്. അത് ഭയങ്കര ബോറിങ്ങാണ് കാണുന്നവർക്ക്. ശരി, എന്നാൽ ടാറ്റ.